that will be the blunder of the or the tragedy of the century, I would say. റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ഒരു വർക്ക് സ്റ്റഡി റിപ്പോർട്ടിൽ കിഫ്ബി അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തിയായതിനു ശേഷം അവസാനിപ്പിക്കും എന്ന് വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതെ, അപ്പോൾ അവസാനിപ്പിക്കും എന്ന് ഭരണ റിപ്പോർട്ടാണ് വാങ്ങിക്കുന്നത്. കാരണം വെച്ചാൽ ഈ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്? കിഫ്ബിയുടെ ഒബ്ജക്റ്റീവ്സ് തീർന്നു. 90,562 കോടി 1190 പ്രോജക്ട്സ് തീർത്തിട്ട് കിഫ്ബിയെ നിർത്തണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിർത്താം. അങ്ങനെ അതാണ് പറയുന്നത്. ഈ പ്രോജക്ട്സ് തീർത്തിട്ട് നിർത്തേണ്ട ഒരു സ്ഥാപനമാണ് അല്ലയോ എന്നുള്ളത് റിപ്പോർട്ട് എഴുതിയവർക്ക് അറിയത്തില്ലല്ലോ. അത് അന്നത്തെ കേരളീയ ജനത തിരഞ്ഞെടുക്കുന്ന ഒരു ഗവൺമെൻറ് ജനാധിപത്യപരമായിട്ട് ചിന്തിക്കണം. അവർ പറയണം എന്താണ് പറയേണ്ടത്. ഇത് കിഫ്ബി ചെയ്ത പ്രോജക്ട്സ് മതി, ഇനി അത് ബാക്കിയുള്ള പഴയതുപോലെ ബഡ്ജറ്റിൽ ചെയ്താൽ മതി എന്ന അവരൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന കണക്ക് കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു വിരാമം ഉണ്ടാവും. അങ്ങനെയല്ല, ഒബ്ജക്റ്റീവ്സ് തീർന്നിട്ടില്ല. ദർ ഇസ് അനദർ സൈക്കിൾ ഓഫ് ഗ്രോത്ത്, അനദർ വേവ് ഓഫ് ഗ്രോത്ത് ദാറ്റ് അവേറ്റ്സ് അസ് എക്സ്പെക്റ്റൻ്റ്ലി എന്ന് പറയുകയാണെങ്കിൽ വി വിൽ ഗോ ഫോർവേഡ്. ഒരു സംശയമില്ല. സെൻസിബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഒരു തിരിച്ചുപോക്കിന് പ്ലാൻ ചെയ്യില്ല എന്ന് തന്നെയാണ്. തിരിച്ചുപോക്കിന് പ്ലാൻ ചെയ്യത്തില്ല എന്നുള്ളത് എനിക്കൊരു 100% വിശ്വാസമുണ്ട്. ഇനി അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ that will be the blunder of the or the tragedy of the century, I would say.